ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ആത്മഹത്യ ചെയ്ത കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ജീവനൊടുക്കാൻ പോകുന്ന ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 12:45 ദൃശ്യമാണിത്. ജിസ്മോളും മൂത്ത മകൾ നേഹയുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അന്ന് 2 മണിയോടെയാണ് ആറ്റിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. കേസിൽ ജിസ്മോളുടെ ഭർത്താവും ഭർത്തൃപിതാവും ജയിലിലാണ്. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ആ കൊടും പാതകം ജിസ്മോൾ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് തന്നെയാണോ ഈ ദൃശ്യത്തിലെ യാത്ര എന്നാണോ പോലീസ് പറയുന്നത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ ഒരു യാത്രയാണ് പോലീസിന്റെ മുന്നിലുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ തൊട്ടടുത്തുള്ള സമയത്തുള്ള ദൃശ്യമാണ് ഇതാണ് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഏതാണ്ട് 2 മണിയോട് ഏതാണ്ട് 12:45 പോകുന്നു. പിന്നീട് 1 മണിക്കൂർ കഴിയുമ്പോൾ 1:30-2 മണിക്കിടയിലാണ് ഇവരെ 3 പേരെയും ആറ്റിൽ കാണുന്നത്. ഈ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ഇളയ കുട്ടി നോറ എവിടെയെന്ന് വ്യക്തമല്ല. പക്ഷെ അതിദാരുണമായ എന്നുള്ളത് ഈ നോറയ്ക്ക് ഏതാണ്ട് നിലത്തെഴഞ്ഞ് നടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഒന്ന് എണീറ്റ് നിൽക്കാൻ തുടങ്ങി 3-ാം ദിവസമാണ് ജിസ്മോൾ ഇങ്ങനെയൊരു കടും കൃത്യത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ നോറ ഈ മുൻപ് ഇളയ കുട്ടി നിൽക്കുന്നതിന്റെ മുന്നിൽ നോറയെ ഇരുത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഈ CCTV ദൃശ്യങ്ങളിൽ എന്തായാലും വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നോറയുമായി കൂടി പോയ ശേഷമാണ് ഒരുപക്ഷെ ഈ ഒരു ദൃശ്യമാണ്, ഈ സമയത്തെ ദൃശ്യമാണ് പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതാണ് ജിസ്മോളുടെ ഒരു അവസാന യാത്ര, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷമുള്ള യാത്ര. മാത്രവുമല്ല, ഈ പലതരത്തിലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ അന്ന് നടത്തിയ ശേഷമാണ്. ഫാനിൽ കെട്ടി തൂങ്ങി ചാകാൻ ശ്രമിക്കുന്നു, ഒപ്പം തന്നെ ഈ മറ്റ് വിഷപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ഈ സമയം ഏതാണ്ട് വീട്ടിലാരും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ജിസ്മോളുടെ അമ്മായിയമ്മയും മകനും മറ്റുള്ളവരും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഇവരൊക്കെ ആശുപത്രിയിൽ ഈ അമ്മായിയമ്മയുടെ ചികിത്സയ്ക്കായി പോയിരുന്ന സമയമാണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നടക്കം ബന്ധുക്കളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ജിസ്മോളുടെ കുടുംബത്തെ സംബന്ധിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇത് കൊന്ന ശേഷമാണ് ആറ്റിൽ ഉപേക്ഷിച്ചതാണ് എന്ന് പോലും അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ജിസ്മോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് ജിസ്മോളെ അറിയുന്ന ഓരോരുത്തരും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരുന്നു ജിസ്മോൾ എന്നാണ് അവരെല്ലാം പറയുന്നത്. പക്ഷേ ജിസ്മോൾ ഫലത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും എല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം ആത്മഹത്യ എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ജിസ്മോൾ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയായിരുന്നു ജിസ്മോൾ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ആത്മഹത്യയിലേക്ക് തന്നെ പോകുന്ന, വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണുള്ളത്. മാത്രമല്ല, ഈ സംഭവ സ്ഥലത്ത് നിന്ന് ജിസ്മോളുടെ സ്കൂട്ടർ, മറ്റ് ചെരുപ്പുകൾ, ഇതെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഈ വീടിന്റെ തൊട്ടടുത്ത് നിന്ന് ഇറങ്ങുന്നു, ഈ പുഴയുടെ അപ്പുറത്തെ ഭാഗത്താണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആയർകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. പക്ഷേ ജിസ്മോൾ ആത്മഹത്യ ചെയ്യാനായി തെരഞ്ഞെടുത്തത് തൊട്ടപ്പുറത്തുള്ള പുഴയുടെ അപ്പുറത്തെ വശത്തുള്ള ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഏതാണ്ട് കഴിഞ്ഞ മാസം 15-നാണ്, ഏപ്രിൽ 15 ഉച്ചയ്ക്ക് നടക്കുന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ 1 മാസമായിരിക്കും ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ. കുടുംബത്തിന് പല പരാതികളുണ്ട്. ഇന്നലെയും ഇരുവരുടെയും ജാമ്യ ഹർജിയൊക്കെ തള്ളുകയും ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഈ പിതാവും ഒപ്പം തന്നെ ഈ ജിമ്മിയോ തന്നെ അയാളുടെ പിതാവും ജയിലിലാണ്. പക്ഷേ ഈ മാതാവ്, ഭർത്തൃ സഹോദരി, ഇവർക്കെതിരെയൊക്കെ അന്വേഷണം വേണം. അവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെ കാര്യമായ തെളിവൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അവരുടെയൊക്കെ കൂടി മൊബൈൽ ഫോൺ പരിശോധിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് കുടുംബം വീണ്ടും ആവശ്യപ്പെടുന്നത്. കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് ആത്മഹത്യ തന്നെ എന്ന് സ്ഥിരീകരിക്കാൻ ഈ അന്വേഷണത്തിൽ
ഈ ദൃശ്യങ്ങൾ സഹായകമാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കൊലപാതകം ഒഴിച്ച് മറ്റ് വകുപ്പുകളുണ്ടല്ലോ, ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകളാണ് ഭർത്തൃപിതാവിനെതിരെയും ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ വിഷയത്തിലൊക്കെ നിയമ നടപടി മുന്നോട്ട് പോകുമല്ലേ? തീർച്ചയായും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും അന്വേഷണത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്, ജിസ്മോളുടെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിനും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും കേസന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡിയിൽ വേണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഈ ജിസ്മോളുടെ ജിമ്മിയുടെ ഒക്കെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ഈ ജിസ്മോൾ ഒരു ഹൈക്കോടതി അഭിഭാഷക ആയതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷനൊക്കെ ഇടപെട്ടുകൊണ്ടൊരു മുതിർന്ന അഭിഭാഷകനെ തന്നെ ഈ കേസിൽ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏറ്റുമാനൂർ കോടതിയിൽ നടന്ന വാദത്തിനൊടുവിൽ ഈ കേസ് തള്ളിയത്, ജാമ്യാപേക്ഷ തള്ളിയത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു, രണ്ടുപേരെ അകത്താക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ മൂത്ത സഹോദരിയും ഫലത്തിൽ അമ്മായിയമ്മയും ഇവർ രണ്ടുപേരും ഇപ്പോഴും പുറത്താണ്. ഇവരിതിൽ വളരെ നിർണായകമായി ഇനി ആത്മഹത്യ എന്ന നിലയിലേക്ക് പോകുമ്പോൾ പോലും പോലീസ് അങ്ങനെയാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്, അതിൽ സംശയമില്ല. അങ്ങനെ പോകുമ്പോൾ പോലും ഇവർക്കെതിരായ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് ഇതൊരു ഇതൊരു ആത്മഹത്യ ആണ് അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്നത് ഒരു പൊതുസമൂഹത്തിന് കൂടി വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇതിനകം തന്നെ അവരിത് ശേഖരിക്കുകയും ഇത്തരം CCTVകളൊക്കെ ശേഖരിക്കുകയും മാത്രവുമല്ല പോസ്റ്റ്മോർട്ടം പരിശോധന അടക്കം എങ്ങനെയാണ് ജിസ്മോൾ മരിച്ചത് അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ജിസ്മോളുടെ അടക്കം ഫോൺ പരിശോധിച്ചതിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ജീവനൊടുക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.